ഓക്കെ, സോ ഓഫർ സീസൺ ഇസ് ബാക്ക്. അതായത് വർഷത്തെ ഏറ്റവും വലിയ ഡിസ്കൗണ്ട് ഓഫർ സീസൺ തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ, അതായത് ഫ്ലിപ്കാർട്ടിലുള്ള ബിഗ് ബില്യൺ ഡേ സെയിൽ ആൻഡ് ആമസോണിലുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 23-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കണ്ണ് തള്ളുന്ന ഓഫേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഐഫോണിന് ഭയങ്കര 51,000 റുപ്പീസ്, 68,000 റുപ്പീസിൽ പ്രോ ഒക്കെ കിട്ടുന്നത്. ഈ പറയുന്ന ഓഫേഴ്സ് ഒക്കെ മിക്കവാറും ഫസ്റ്റ് ഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എല്ലാ വർഷം കാണുന്ന സംഭവമല്ലേ, ഫസ്റ്റ് ഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എൻ്റെ സജഷൻ ആയിരിക്കും, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചിങ്ങനെ വെക്കരുത്. അതായത് ഞാൻ എന്തായാലും വാങ്ങും. പതുക്കെ ഈ പറഞ്ഞ ബ്രാൻഡുകളല്ല, ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ ഈ പ്രൈസ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൂട്ടും. പിന്നെ അനാവശ്യമായ ഷോപ്പിംഗ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ, നമ്മളിപ്പോൾ സ്മാർട്ട് ഫോൺസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഏത് പ്രോഡക്റ്റും ആയിക്കോട്ടെ, അനാവശ്യമായുള്ള ഷോപ്പിംഗ് ഒഴിവാക്കുക. എന്തിനാണ്? നിങ്ങളുടെ കയ്യിൽ വർക്കിംഗ് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, മാക്സിമം ഉപയോഗിക്കുക. ഈ ഓഫർ വന്നു പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനിയും ഓഫറുകൾ വരും. സോ ഇങ്ങനെ നിർബന്ധിച്ച് ഇല്ലാത്ത കാശ് കൊടുത്ത് EMIയിൽ ഫോൺസ്, അതും ഐഫോൺസ് ഒന്നും അല്ലെങ്കിൽ അൾട്രാ ഫോൺസ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇനി നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോൺ വരുമ്പോൾ, ഡെലിവർ ആവുമ്പോൾ, ചില ഫോണുകൾ, ഐ തിങ്ക് ഫ്ലിപ്കാർട്ടിൽ ചില ഫോണുകൾ ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ്. അതായത് ഡെലിവറി പേഴ്സൺ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കുക. ഇനി നിങ്ങളാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ കട്ടില്ലാത്ത വീഡിയോ, അതായത് കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്യുന്ന കട്ടില്ലാത്ത വീഡിയോ എടുത്ത് വെക്കുക. കാരണം അറിയാലോ, സോപ്പ് പെട്ടി ഇഷ്ടികയൊക്കെ വരാറുണ്ട് ബോക്സ് ചെയ്ത്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് നമുക്ക് 10,000 റുപ്പീസ്, അതായത് എൻട്രി ലെവൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലെവൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രൈസ് റേഞ്ചിലുള്ള ഫോൺസ് നോക്കാം. ഫസ്റ്റ് ഫോണാണ് മോട്ടോ G35. 8,999 രൂപയാണ് ഓഫർ പ്രൈസ്. ഫ്ലിപ്കാർട്ടിലാണ് ഉള്ളത്. 120 Hz ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രൈസിൽ, അതായത് 9,000 10,000 റുപ്പീസിൻ്റെ താഴെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷനുള്ള ഫോണുകൾ കുറവാണ്. ഐ തിങ്ക് മിക്ക എല്ലാ ഫോണിലും HD പ്ലസ് ഡിസ്പ്ലേ ആണ്. മോട്ടോറോള ഈ ഫോണിൽ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ തരുന്നുണ്ട്. എന്നാൽ ചിപ്സെറ്റ് ഉണ്ടല്ലോ, യൂണി SoC T760 ചിപ്സെറ്റ് ആണ്. വളരെ ഡീസൻറ്റ് ചിപ്സെറ്റ് ആണ്. പെർഫോമൻസ് എന്തായാലും 10,000 റുപ്പീസിൻ്റെ താഴെയുള്ള ഫോൺ നിങ്ങൾ ഒന്നെങ്കിൽ സെക്കൻഡറി ഫോണായിട്ടോ അല്ലെങ്കിൽ വളരെ ബേസിക് യൂസിന് വേണ്ടി വീട്ടിൽ മുതിർന്നവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് വേണ്ടി ഓക്കെ ആയിരിക്കും. ഓക്കെ, 50+8 മെഗാ പിക്സൽ, അതായത് അൾട്രാ വൈഡ് തന്നിട്ടുണ്ട് മോട്ടോറോള ഈ പ്രൈസിൽ. ദാറ്റ് ഈസ് ഓൾസോ വെരി നൈസ്. 5000 mAh ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഗൻ ലെതർ ഫിനിഷ് ഉണ്ട്. നിങ്ങൾക്ക് റിയർ ക്യാമറ വെച്ച് 4K ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സാംസങ് മതിയെങ്കിൽ സാംസങ്ങിൻ്റെ F06 ഉണ്ട്. അത് 7,499 രൂപ കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. ഡയമൻസിറ്റി 6003 ചിപ്സെറ്റ് ഒക്കെ വരുന്നുണ്ട്. അതായത് 10,000 റുപ്പീസിൻ്റെ താഴെ ഇതാണ് ഏക 5G സാംസങ് ഫോൺ. നിങ്ങൾക്ക് വിവോ ഐക്യു ഫോൺ മതിയെങ്കിൽ, അറിയാലോ വിവോ ഐക്യു ഇങ്ങനെ ഇരട്ടകൾ ഇറക്കിക്കൊണ്ടിരിക്കും. അതായത് വിവോയുടെ ഒരു ഫോൺ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ കിട്ടും, ഐക്യൂടെ ഫോൺ ആമസോണിൽ കിട്ടും. പിന്നെ ഈ സാംസങ്ങിൻ്റെ F06 ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആണ്, അറിയാലോ. സോ T4 ലൈറ്റ് ഉണ്ട്. 8,999 രൂപയാണ് പ്രൈസ്. ഫ്ലിപ്കാർട്ടിൽ കിട്ടും. HD പ്ലസ് ഡിസ്പ്ലേ, ഡയമൻസിറ്റി 6003 ചിപ്സെറ്റ്. അതായത് ഒരു ബേസിക് വിവോ ഫോൺ എന്ന് പറയാൻ പറ്റും. ഇതേ സാധനം ഐക്യൂലും കിട്ടുന്നുണ്ട്. പോക്കോ M7 8,799 രൂപയ്ക്കാണ് വന്നിരിക്കുന്നത് ഓഫർ പ്രൈസ്. ഫ്ലിപ്കാർട്ടിലാണുള്ളത്. ഇവിടെയും സെയിം HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇതിൽ ചിപ്സെറ്റ് കൊള്ളാം. 4 Gen 2 ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. ഗുഡ് ചിപ്സെറ്റ് ഫോർ ദ പ്രൈസ്. സോ ബാക്കി ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 50 മെഗാ പിക്സൽ ക്യാമറ, 5160 mAh ബാറ്ററി. നമ്മൾ കണ്ട വിവോ ഐക്യു ഫോൺ ഉണ്ടല്ലോ, അതിൽ 6000 mAh ബാറ്ററി ഉണ്ട്. സോ കുറച്ചുകൂടി ബെറ്റർ ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ബഡ്ജറ്റ് എൻട്രി ലെവൽ ഫോണുകളെല്ലാം ഒരുപോലെ ഇരിക്കും. നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണ്, നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണ് നിങ്ങൾ കുറച്ചും കൂടി കംഫർട്ടബിൾ, നിങ്ങളുടെ തൊട്ടടുത്ത് ഏത് സർവീസ് സെൻറ്റർ ആണുള്ളത്, അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം. 15,000 റുപ്പീസിൻ്റെ താഴെ കുറേ ഓഫേഴ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ കുറേ സംസാരിക്കേണ്ടി വരും. എനിവേ, സോ മോട്ടോ G96 വന്നിട്ടുണ്ട്. 14,999 ആണ് ഓഫർ പ്രൈസ്. ഫ്ലിപ്കാർട്ടിലാണുള്ളത്. ഓക്കെ, 120 Hz POLED ഡിസ്പ്ലേ, 7S Gen 2 ചിപ്സെറ്റ്. മോട്ടോ ഫോൺ ഇഷ്ടമാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഓൾറൗണ്ട് പാക്കേജ് ഉള്ള ഫോണാണ്. എല്ലാം ഉണ്ട്. നല്ല ഡിസ്പ്ലേ ഉണ്ട്, അത്യാവശ്യം പെർഫോമൻസ്, ക്യാമറ, അൾട്രാ വൈഡ് ക്യാമറ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നല്ല ഫോണാണ് മോട്ടോ G96. ഈ വർഷം എന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്തൊരു ഫോണായിരുന്നു ഓപ്പോ K13. അത് പിന്നെ ഓപ്പോ എന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു വാല്യൂ ഫോർ മണി ഫോൺ വന്നതുകൊണ്ടാവാം, ഐ ഡോണ്ട് നോ. പക്ഷേ എനിക്കത് ഭയങ്കര, എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ആ ഫോൺ ഇഷ്ടപ്പെട്ടു. ഓപ്പോ K13 14,999 രൂപയാണ് ഓഫർ പ്രൈസ്. ഫ്ലിപ്കാർട്ടിലാണുള്ളത്. 120 Hz AMOLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 6 Gen 4 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ക്യാമറ, 7000 mAh വലിയ ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20,000 റുപ്പീസിൻ്റെ താഴെയാണ് വന്നത്. ആ പ്രൈസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺസ് ആണ്. ഇപ്പോൾ 15,000 റുപ്പീസിൽ കിട്ടുന്നുണ്ട്. നല്ല വാല്യൂ ഫോർ മണി ഓപ്പോ ഫോണാണ്. ഒരുപാട് AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഡീസെന്റ് ക്യാമറ ഉണ്ട്. നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ColorOSന്റെ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉണ്ട്. 7,000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് കറക്റ്റ് 15,000 അല്ല, കുറച്ച് ലേശം കുറവാണ്, 13,000 12,000 റുപ്പീസ് ഒക്കെ ആണെങ്കിൽ വിവോ ഐക്യൂടെ വീണ്ടും ഇരട്ടകൾ വന്നിട്ടുണ്ട്. സോ വിവോ T4X ഉണ്ട്. ആൻഡ് വിവോ അല്ല, ഞാൻ പോലും കൺഫ്യൂസ്, അതായത് വിവോ എസ്. ഓക്കെ,
വിവോ T4X ഉണ്ട് ആൻഡ് നമ്മുടെ ഐക്യു Z10X ഉണ്ട്. രണ്ടും എക്സാക്ട്ലി സെയിം ഫോൺസ് ആണ്, യാതൊരു വ്യത്യാസമില്ല. ഒന്ന് വിവോ ഫ്ലിപ്കാർട്ടിലും ഐക്യു ആമസോണിലാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ ഐക്യു ഉണ്ടല്ലോ കുറച്ചും കൂടി വിലക്കുറവിന് കിട്ടുന്നുണ്ട്. സോ അത് 11,999 റുപ്പീസിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ വാങ്ങിച്ചു, കാരണം ഐക്യു നിങ്ങൾക്ക് വിവോയുടെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഈസിലി സർവീസ് ചെയ്യാൻ പറ്റുന്ന ഫോൺസാണ്. സോ അവിടെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. 120 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേ, മീഡിയ ടെക്കിൻ്റെ Dimensity 7300 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ക്യാമറ, 6500 mAh വലിയ ബാറ്ററി, 44 വാട്ടിൻ്റെ ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നത്തിങ്ങിൻ്റെ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ CMFൻ്റെ ഫോൺ 2 Pro വന്നിട്ടുണ്ട് 15,000 റുപ്പീസിൻ്റെ താഴെ. ആ ഒരു ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, പിന്നെ ഇതിൽ ബാക്കിൽ ലൈറ്റ് ഒന്നും കത്തൂല. ഓക്കെ, 14,999 രൂപയാണ് ഓഫർ പ്രൈസ്. ഫ്ലിപ്കാർട്ടിലാണുള്ളത്. 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ, Dimensity 7300 അൾട്രാ ചിപ്സെറ്റ്, 50+50+8 മെഗാ പിക്സലിലെ ക്യാമറ സെറ്റപ്പ്. സോ അതിലൊരെണ്ണം 2x ടെലിഫോട്ടോ പോർട്രേറ്റ് ക്യാമറയാണ്. ഈ പ്രൈസിൽ ഐ ഡോണ്ട് തിങ്ക് വേറെ ഒരു ബ്രാൻഡും 2x ടെലിഫോട്ടോ അല്ലെങ്കിൽ ടെലിഫോട്ടോ ക്യാമറ തരുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. സോ അതും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. 5000 ക്യാമറ പെർഫോമൻസ് ഓക്കെ ആണ്. ഓക്കെ, ഡീസൻറ്റ് ഓക്കെ ക്യാമറ പെർഫോമൻസ് കിട്ടും. 5000 mAh ബാറ്ററി. പിന്നെ ഇത്തവണ ബോക്സിൽ ചാർജറൊക്കെ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ നൈസ്. സോ നത്തിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി അറിയാലോ, മറ്റേ സംഭവം, അതായത് ഭയങ്കര ക്ലീൻ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അവരുടെ ഒരു ടിപ്പിക്കൽ വിഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പോക്കോ ഉണ്ടല്ലോ, വാല്യൂ ഫോർ മണി ഫോൺസ് ഉണ്ടാക്കുന്ന പോക്കോയുടെ പോക്കോ X7 15,000 റുപ്പീസിന് താഴെ, ആക്ച്വലി 14,499 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഫ്ലിപ്കാർട്ടിലാണുള്ളത്. 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ, Dimensity 7300 അൾട്രാ ചിപ്സെറ്റ്, 50+8+2 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പ്, 5500 mAh ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ഡീസെൻറ്റ് ഫോൺ. ഒരു ഓൾറൗണ്ട് പാക്കേജും വാല്യൂ ഫോർ മണി പാക്കേജാണ്. നിങ്ങൾക്ക് MIUI പോക്കോ ഫോൺസ് ഇഷ്ടമാണെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് 15,000 റുപ്പീസിന് താഴെ കേർവ്ഡ് AMOLED ഡിസ്പ്ലേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഫിനിക്സിൻ്റെ Note 50s 5G Plus നോക്കാം. 13,999 രൂപയാണ് ഓഫർ പ്രൈസ്. ഫ്ലിപ്കാർട്ടിലാണുള്ളത്. സോ 144 ഹെർട്സ് AMOLED ഡിസ്പ്ലേയുടെ കൂടെ മീഡിയ ടെക്കിൻ്റെ Dimensity 7300 അൾട്ടിമേറ്റ് ചിപ്സെറ്റ് ഉണ്ട്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസും കിട്ടും. 64 മെഗാ പിക്സൽ ക്യാമറ, 5500 mAh ബാറ്ററി ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ വെച്ചും ഇതിൽ 4K റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. സാംസങ്ങിൻ്റെ ഫോൺ നോക്കുന്നവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. സാംസങ് M36 ഉണ്ട്, പിന്നെ സാംസങ് M35 ഉണ്ട്. സോ M35 കഴിഞ്ഞ വർഷം വന്ന ഫോണാണ്, M36 ഈ വർഷം വന്ന ഫോണാണ്. പക്ഷേ രണ്ടും ഏകദേശം സെയിം ഫോണാണ്. സാംസങ്ങിൻ്റെ അറിയാമല്ലോ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊന്നും വരില്ല ഇങ്ങനെ അപ്ഗ്രേഡ് വരുമ്പോൾ. M36 ആ ഒരു ഡ്രോപ്പ് നോച്ച് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ M35 വാങ്ങാം. എന്നാൽ M35ൻ്റെ ഓഫർ പ്രൈസ് 15,499, അതായത് 15,500 രൂപയാണ്. M36 നിങ്ങൾക്ക് 14 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. രണ്ടിലും 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ, Exynos 1380 ചിപ്സെറ്റ്, 50+8 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ. M36ൽ 5000 mAh ബാറ്ററി ആണെങ്കിൽ M35ൽ 6000 mAh ബാറ്ററിയാണുള്ളത്. ഓക്കെ, സോ അവിടെ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, M35ൽ പഞ്ച് ഹോൾ കട്ടൗട്ടും ഇപ്പുറത്ത് ഡ്രോപ്പ് നോച്ച് ആണുള്ളത്. ബാക്കി രണ്ട് ഫോൺസിൻ്റെയും ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ വെച്ച് നമുക്ക് 4K റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. NFC ഉണ്ട്, ടാപ്പ് ആൻഡ് പേ ഉണ്ട്. സോ സാംസങ്ങിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് 15,000 റുപ്പീസിൻ്റെ മേളിൽ പക്ഷേ 20,000 റുപ്പീസിന് താഴെയുള്ള സെഗ്മെൻറ്റ് നോക്കാം. ഇവിടെയും ഒരുപാട് ഫോണുകളുണ്ട്. കൈവേദന എടുക്കുന്നു. എത്രമാത്രം എഫർട്ടാണ് ഞാൻ എടുക്കുന്നത്. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യും. ഓക്കെ, എനിവേ ഫസ്റ്റ് ഫോണാണ് മോട്ടോ H60 ഫ്യൂഷൻ. 19,999 രൂപയാണ് ഓഫർ പ്രൈസ്. 120 ഹെർട്സിൻ്റെ POLED ഡിസ്പ്ലേ, Dimensity 7400 ചിപ്സെറ്റ്, 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 5500 mAh ബാറ്ററി, 68 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ്. ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ രണ്ടും 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറ പെർഫോമൻസ് ഇസ് ഗുഡ്. 1.5K ഡിസ്പ്ലേ ഉണ്ട്. സോ ഓവറോൾ മോട്ടോ ഫോൺസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. മോട്ടോ G86 പവറും ഉണ്ട്. മോട്ടോ ആദ്യം പറഞ്ഞു തീർക്കാം. ഓക്കെ, സോ മോട്ടോ G86 പവറും ഉണ്ട്. നമ്മൾ G96 കണ്ടിരുന്നല്ലോ 15,000 താഴെ. ഏകദേശം സെയിം ഫീച്ചേഴ്സാണ് ഇതിലുള്ളത്. എന്നാൽ ഇതിൽ കൂടുതൽ ബാറ്ററി ഉണ്ട്. 6720 mAh ബാറ്ററിയാണ് ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ ബാക്കിൽ വീഗൻ ലെതർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സോ നിങ്ങൾക്ക് വലിയ ബാറ്ററി സൈസുള്ള മോട്ടോ ഫോൺ 20,000 ആക്ച്വലി 16,000 റുപ്പീസിൻ്റെ താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മോട്ടോ G86 പവർ ചെക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ആണ് വിവോ ഐക്യു ഫാൻസിന് വേണ്ടി. അതാണ് വിവോ T4R. റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത വിവോ T4R. അത് ഫ്ലിപ്കാർട്ടിലും ഐക്യു Z10R അത് ആമസോണിലാണ് അവൈലബിൾ. ഓക്കെ, 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ, Dimensity 7400 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ക്യാമറ. ഈ രണ്ട് ഫോൺസ് അൾട്രാ വൈഡ് ക്യാമറ വരുന്നില്ല. സോ അത് ഓർത്ത് വെക്കുക. ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ രണ്ടും 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളും ഒഴിവാക്കിയിട്ട് ഐക്യൂടെ വിവോയുടെ തന്നെ നെക്സ്റ്റ്, അതായത് കുറച്ചും കൂടി വില കൂടിയ ഫോൺ 20,000 റുപ്പീസിൻ്റെ താഴെയാണ്, 18,999 രൂപയാണ് പ്രൈസ്. നിങ്ങൾക്ക് ഐക്യു Z10 അല്ലെങ്കിൽ വിവോ T4 സെലക്ട് ചെയ്യാം. സ്നാപ്ഡ്രാഗൺ 7s Gen 3 ചിപ്സെറ്റ്. സോ കുറച്ചും കൂടി ബെറ്റർ ചിപ്സെറ്റ് കിട്ടുന്നുണ്ട്. 7300 mAh മഹാ യമണ്ടൻ ഗജ യമണ്ടൻ ബാറ്ററി ഒക്കെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 90 വാട്ടിൻ്റെ ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ചിപ്സെറ്റ് ഇവിടെ വരുന്നുണ്ട്. കൂടുതൽ ബാറ്ററി ഉണ്ട്, ബെറ്റർ ചാർജിങ് ഉണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. T4Rലും Z10Rലും സ്റ്റീരിയോ
സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത് മിസ്സിംഗ് ആണ്. ഇവിടെ ഫ്രണ്ട് ക്യാമറ വെച്ച് നിങ്ങൾക്ക് 4K റെക്കോർഡും ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, സോ ഞാൻ 2 ഫോണുകളും അല്ലെങ്കിൽ 4 ഫോൺസ് ഉണ്ട്, ഇതാ പ്രശ്നം, 4 ഫോൺസ് ഉണ്ട്. എനിവേ ബേസിക്കലി 2 ഫോൺസ് ആണ്. സോ ഇവ തമ്മിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. ഷവോമിയുടെ റെഡ്മി ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോഴും ഉണ്ടോ? നോട്ട് 14 Pro, ആക്ച്വലി നോട്ട് 14 സീരീസിലുള്ള എല്ലാ ഫോൺസും വന്നിട്ടുണ്ട്. നോട്ട് 14 Pro ലേശം കൂടുതലാണ് പ്രൈസ്, 20,999 ആണ് പ്രൈസ്. ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ 2 വെബ്സൈറ്റുകളിലുണ്ട്. 120Hz AMOLED ഡിസ്പ്ലേ, Dimensity 7300 അൾട്രാ ചിപ്സെറ്റ്, 200 മെഗാപിക്സലിന്റെ ക്യാമറ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5110 mAh ബാറ്ററി, ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 IP68 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് റെഡ്മി ഫോൺസിൽ താല്പര്യമുണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. എന്നാൽ 20,000 റുപ്പീസിന്റെ താഴെ തീർച്ചയായിട്ടും റിയൽമി P4 Pro ഇസ് എൻ എക്സലന്റ് ഫോൺ. അതായത് 19,990 രൂപയാണ് ഓഫർ പ്രൈസ്. 120Hz AMOLED ഡിസ്പ്ലേ, 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 50 മെഗാപിക്സൽ സെൽഫി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്ക് ക്യാമറ രണ്ടും വെച്ച് 4K 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. 7000 mAh വലിയ ബാറ്ററി, 80 വാട്ടിന്റെ ചാർജിങ്, ഞാൻ പറഞ്ഞില്ല ഇതിലെല്ലാം ഉണ്ട്. സോ നിങ്ങൾക്ക് റിയൽമി UI ഓക്കെ ആണെങ്കിൽ ഈ പ്രൈസിന് കിട്ടുന്ന ഫീച്ചേഴ്സ് അത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് ഫോൺ റിയൽമി P4 Pro. നിങ്ങൾ 20,000 റുപ്പീസിന്റെ താഴെ സാംസങ്ങിന്റെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ കഴിഞ്ഞ വർഷത്തെ A സീരീസ് ഫോൺ ഉണ്ടല്ലോ, സാംസങ് A35, അത് ഈ പ്രൈസിൽ കിട്ടും. 17,999 ആണ് ഓഫർ പ്രൈസ്. ഫ്ലിപ്കാർട്ടിലാണുള്ളത്. ഓക്കെ, 120Hz AMOLED ഡിസ്പ്ലേ, Exynos 1380 ചിപ്സെറ്റ്, 50+8+5 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 5000 mAh ബാറ്ററി. അറിയാലോ ഫ്രണ്ട് ആൻഡ് ബാക്ക് നിങ്ങൾക്ക് 4K റെക്കോർഡ് ചെയ്യാൻ പറ്റും. ക്യാമറ പെർഫോമൻസ് ഒക്കെ നല്ലതായിരിക്കും ഫോർ ദ പ്രൈസ്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ. സോ നിങ്ങൾ സാംസങ്ങിൻ്റെ ഒരു നിങ്ങൾ സാംസങ്ങിൻ്റെ ഒരു A സീരീസ് ഫോൺ ഈ പ്രൈസിൽ വാങ്ങാൻ നോക്കിയിരിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ഫോർ 17,999 ഇറ്റ്സ് എ ഡീസെൻറ്റ് ഫോൺ. നിങ്ങൾ 20,000 റുപ്പീസിൻ്റെ താഴെ ഐ തിങ്ക് ദി ബെസ്റ്റ് പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ പോക്കോ X7 Pro ആയിരിക്കും. അതായത് Dimensity 8300 അൾട്രാ ചിപ്സെറ്റ് തന്നിട്ടുണ്ട്. 19,999 ആണ് പ്രൈസ്. ഫ്ലിപ്കാർട്ടിലുണ്ട്. 120Hz AMOLED ഡിസ്പ്ലേ, പിന്നെ 50+8 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 6550 mAh M110 ബാറ്ററി, 90 വാട്ടിന്റെ ചാർജിങ്. സോ ഗുഡ് വാല്യൂ ഫോർ മണി. പോക്കോയുടെ ഫോൺസ് അറിയാലോ, വാല്യൂ ഫോർ മണിയാണ് അവരുടെ സംഭവം. 25,000 റുപ്പീസിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ 5 ഓപ്ഷൻസ് ഉണ്ട്. നത്തിങ് ഫോൺ 3A, ഞാൻ 3A Pro രണ്ടിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. 3A Proനേക്കാളും എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് 3A ആയിരുന്നു. കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആയിരുന്നു. സോ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ജസ്റ്റ് 20യുടെ ജസ്റ്റ് മേളിലാണ്. 21,000 റുപ്പീസ് ആണ് ഓഫർ പ്രൈസ്. നെക്സ്റ്റ് ആണ് ഓപ്പോയുടെ K13 ടർബോ. ഓർമ്മ ഉണ്ടല്ലോ മറ്റേ ഫാനുള്ള ഫോൺ. ഓക്കെ, K13 ടർബോ പ്രോ ഉണ്ടായിരുന്നു, ടർബോ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗെയിമിംഗ് വൈബുള്ള ഈ ഫാനുള്ള ഫോൺസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. K13 ടർബോ, 120Hz AMOLED ഡിസ്പ്ലേ, Dimensity 8450 അൾട്രാ ചിപ്സെറ്റ്, 50 മെഗാപിക്സൽ ക്യാമറ, 7000 mAh ബാറ്ററി, 80 വാട്ട് ചാർജിങ്. നല്ലതാണ്. ഓപ്പോയുടെ ഒരു ഗെയിമിംഗ് ഫോൺ എന്നൊക്കെ പറയാൻ പറ്റും. വിശ്വസിക്കാൻ പറ്റുമോ? ഓപ്പോയുടെ ഗെയിമിംഗ് ഫോൺ. നെക്സ്റ്റ് ഫോണാണ് Moto H60 Pro. 25,000 റുപ്പീസിന് താഴെയാണ് വരുന്നത്. ആ പ്രൈസിൽ ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഫീച്ചേഴ്സ് കൊണ്ടുവരുന്ന ഫോണാണ്. 120Hz POLED ഡിസ്പ്ലേ, MediaTekന്റെ Dimensity 8350 അൾട്രാ ചിപ്സെറ്റ്, 50+10+50 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, അതിൽ 10 മെഗാപിക്സൽ 3x ടെലിഫോട്ടോ പോർട്രേറ്റ് ക്യാമറ വരുന്നുണ്ട്. 6000 mAh വലിയ ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. IP69 റേറ്റിംഗ് ഉണ്ട്. ഫ്രണ്ട് ബാക്ക് ക്യാമറ രണ്ടും വെച്ച് നിങ്ങൾക്ക് 4K റെക്കോർഡ് ചെയ്യാൻ പറ്റും. ചിപ്സെറ്റ് നല്ലതാണ്. സോ ഒരു ഫീച്ചർ പാക്ഡ് വാല്യൂ ഫോർ മണി ഫോണാണ് Moto H60 Pro. നെക്സ്റ്റ് ആണ് OnePlusന്റെ Nord CE5. ഓക്കെ, ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് ഫോൺ. അതിൻ്റെ അൺബോക്സിങ് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ് ഇനീഷ്യൽ റിവ്യൂ ഞാൻ പറഞ്ഞത് നല്ലൊരു ഫോണാണ്. 21,749 വാങ്ങിക്കാൻ പറ്റും. ആമസോണിലാണുള്ളത്. 120Hz AMOLED ഡിസ്പ്ലേ, Dimensity 8350 Apex ചിപ്സെറ്റ്, 50+8 മെഗാപിക്സലിന്റെ ക്യാമറ, 7100 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. OnePlusന്റെ പ്രത്യേകത അറിയാലോ, ഓക്സിജനോയ്സിന്റെ വളരെ സ്മൂത്ത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇവിടെ കിട്ടും. ഒരു ലോഡ് AI ഫീച്ചേഴ്സ്, OnePlusന്റെ AI ഫീച്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഒരുപാട് AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. വലിയ ബാറ്ററി ഉണ്ട്. പിന്നെ ഇത്തവണ ക്യാമറ പെർഫോമൻസും OnePlus ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. കുറവുകൾ എന്താണെന്ന് വെച്ചാൽ 4K റെക്കോർഡിംഗ് ഫ്രണ്ട് ക്യാമറ വെച്ച് പറ്റൂല. പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, മോണോ സ്പീക്കറാണ് തന്നിരിക്കുന്നത്. ആ ഡ്യുവൽ സ്പീക്കർ അങ്ങ് തന്നിരുന്നത് കണ്ടല്ലോ, പെർഫെക്റ്റ് ഫോണായിരുന്നു. എനിവേ, പിന്നെ സാംസങ്ങിന്റെ A55 വരുന്നുണ്ട്. നിങ്ങൾ കട്ട സാംസങ് ഫാൻ അല്ലെങ്കിൽ സാംസങ് A സീരീസ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, 30,000 റുപ്പീസിന് താഴെ എല്ലാ വർഷവും വരുന്ന പോലെ ഇത്തവണയും സാംസങ്ങിന്റെ FE ഫോൺ വന്നിട്ടുണ്ട്. സാംസങ് S24 FE 29,999 ആണ് ഓഫർ പ്രൈസ്. ഫ്ലിപ്കാർട്ടിനാണുള്ളത്. 120Hz AMOLED ഡിസ്പ്ലേ, Exynos 2400 ഈ ചിപ്സെറ്റ്, 50+8+12 മെഗാപിക്സലിന്റെ ക്യാമറ സെറ്റപ്പ്, 4700 mAh ബാറ്ററി. സോ എൻ്റെ സജഷൻ ആയിരിക്കും നിങ്ങൾ A36, M56, A55 ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഈസിലി നിങ്ങൾക്ക് S24 FE വാങ്ങിക്കാൻ പറ്റും. പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സുമായി വരുന്ന ഫോണാണ്. ഈ പ്രൈസിൽ
ഏറ്റവും പവർഫുൾ ആൻഡ് ഏറ്റവും വലിയ ഈ പ്രൈസിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാറ്ററി ഉള്ള ഫോൺ അതാണ് പോക്കോ F7 28,990 ഓഫർ പ്രൈസിലാണ് വന്നിരിക്കുന്നത്. സോ ഓഫർ പ്രൈസ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഓഫർ പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം 30 രൂപയുടെ താഴെ തന്നെയാണ് വന്നപ്പോഴും. എനിവേ ചെക്കൗട്ട് ചെയ്യാം, നല്ല ഫോണാണ്, നല്ല പെർഫോമൻസ് തരുന്ന ഫോണാണ്. പിന്നെ ഗെയിമിംഗ് വൈബ് ഒക്കെ ഉണ്ട്, ബാക്കിൽ ആ ഒരു സ്നാപ് ഡ്രാഗണിന്റെ ലോഗോ ഒക്കെ വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്, വളരെ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്, മെറ്റലിന്റെ ഫ്രെയിം ഉണ്ട്, IP69 റേറ്റിംഗ് ഉണ്ട്. സോ ട്രൂ വാല്യൂ ഫോർ മണി ഫോണാണ്. എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ക്യാമറ പെർഫോമൻസ് മാത്രം ഓക്കെ ഡീസെൻറ്റ്, ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് ഒന്നുമില്ല. ക്യാമറ നിങ്ങൾക്ക് ജസ്റ്റ് ഡീസെൻറ്റ് കാര്യം മതിയെങ്കിൽ ബാക്കിയെല്ലാം കിടിലനാണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് 8s Gen 4 അതായത് പോക്കോ F7 8s Gen 4 പെർഫോമൻസ് വേണം, എന്നാൽ കൂടെ അത്യാവശ്യം ഡീസെൻറ്റ് ക്യാമറ പെർഫോമൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എതിരാളിയായ iQOO Neo 10 ചെക്കൗട്ട് ചെയ്യാം. പക്ഷേ ആ ഫോണിൽ മെറ്റൽ ഫ്രെയിമും ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസും അതൊന്നും വരില്ല. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആയിരിക്കും. Neo 10 നിങ്ങൾക്ക് മതിയെങ്കിൽ, അതായത് നിങ്ങൾക്ക് വിവോ iQOO ഫോൺസ് ഇഷ്ടമാണെങ്കിൽ 29,990 ഓഫർ പ്രൈസിൽ ആമസോണിൽ കിടപ്പുണ്ട്. ഇവിടെ അത്യാവശ്യം വലിയ ബാറ്ററി ഉണ്ട് കേട്ടോ, 7000 mAh ബാറ്ററി, 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. സോ ഈ സെഗ്മെന്റിൽ പോക്കോ F7 ഉള്ള പോലെ ഇതിലും ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് 40,000 രൂപയുടെ താഴെയുള്ള ഫോണുകൾ. ഓപ്പോ Reno 14. ഓക്കെ, നല്ല ക്യാമറ പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ്. 34,999 ഫ്ലിപ്കാർട്ട് ആമസോൺ രണ്ടിലും ഉണ്ട്. 120Hz AMOLED ഡിസ്പ്ലേ, Dimensity 8350 ചിപ്സെറ്റ്, 50+50+8 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 3x ടെലിഫോട്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6000 mAh വലിയ ബാറ്ററി, 80 വാട്ടിന്റെ ചാർജിങ്. എന്നാൽ ഓഫറിൽ വന്നിരിക്കുന്ന മറ്റൊരു ഫോണുമായിട്ട് ഇത് ഭയങ്കര കോമ്പറ്റീഷനാണ്. നിങ്ങൾക്കും ആ ഒരു ഡൗട്ട് ഉണ്ടാവും. വിവോ T4 Ultra. ഓക്കെ, അതും നല്ലൊരു ഫോണാണ്. അതിലും ഏകദേശം സെയിം സംഭവങ്ങളാണ്, പ്രൈസും ഏകദേശം സെയിം ആണ്. ചിപ്സെറ്റ് ഇസ് മച്ച് സ്ട്രോങ്ങർ, അതായത് Dimensity 9300+ ചിപ്സെറ്റ് ആണ്, അതായത് ഓൾമോസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് ആണ് T4 Ultra'യിൽ വന്നിരിക്കുന്നത്. 5500 mAh ബാറ്ററി ലേശം കൂടുതൽ Reno 14 ഇവിടെ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. സോ നിങ്ങളുടെ പ്രയോറിറ്റി ഫോട്ടോഗ്രാഫിയാണ്, നിങ്ങൾക്ക് ഭയങ്കര ഐ പ്ലീസിങ് ഫോട്ടോസ്. വിവോയുടെ അറിയാലോ, ക്യാമറ പ്രോസസ്സിങ് ഇങ്ങനെ കത്തി നിൽക്കും, ജ്വലിച്ച് നിൽക്കും, കളേഴ്സൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. സോ അങ്ങനത്തെ ഫോട്ടോസാണ് ഇഷ്ടമെങ്കിൽ വിവോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതല്ല, ഓപ്പോയുടെ ഫോട്ടോസ് നല്ലതാണ്, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ഫോട്ടോസാണ് ഓപ്പോ, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ അവർ ഭയങ്കര കളർഫുൾ പഞ്ചി കളേഴ്സ് വേണമെങ്കിൽ അവിടെ നോക്കാം, വിവോ നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വിവോയിലുള്ള T4 Ultra'യിലുള്ള ചിപ്സെറ്റും കുറച്ചും കൂടി പവർഫുൾ ആണ്. എന്നാൽ വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് തരുന്നത് ഓപ്പോ Reno 14 ആണ്. അത് മെയിൻ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, കളർ OS നമ്മുടെ ഫൺ ടച്ച് OSമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ ആണ്. കുറച്ചുകൂടി സ്മൂത്ത്നെസ്സും ഒരു മോഡേൺ ഫീൽ കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നുണ്ട്. ആൻഡ് Reno 14 ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, വിവോ T4 Ultra'യിൽ കേർവ് ഡിസ്പ്ലേ ആണ്. സോ അവിടെയും വ്യത്യാസം വരുന്നുണ്ട്. രണ്ട് ഫോൺസും നല്ലതാണ്, നല്ല ക്യാമറ പെർഫോമൻസ് തരുന്ന ഓൾറൗണ്ട് ഫോൺസ് ആണ്. നെക്സ്റ്റ് ആണ് നമ്മുടെ നത്തിങ് ഫോൺ 3. 34,999 ആണ് പ്രൈസ്. ഫ്ലിപ്കാർട്ടിലാണുള്ളത്. 120Hz AMOLED ഡിസ്പ്ലേ, 8s Gen 4 ചിപ്സെറ്റ്, 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5500 mAh ബാറ്ററി, 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം, പ്രത്യേകിച്ച് നിങ്ങൾക്ക് നത്തിങ്ങിന്റെ ഫോൺസ് ഇഷ്ടമാണ്. പിന്നെ ബാക്കിൽ ആ ഒരു ഗ്ലിഫ് മാട്രിക്സ് ഒക്കെ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ റോക്ക് പേപ്പർ സിസേഴ്സ് കളിക്കാൻ പറ്റും. സോ നിങ്ങൾ ബാക്കിലുള്ള ഗ്ലിഫ് മാട്രിക്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കിത് ചെക്കൗട്ട് ചെയ്യാം. മെറ്റൽ ഫ്രെയിം ഒക്കെ ഉണ്ട്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾ ഈ ഓഫർ സെയിലിൽ ഗൂഗിളിൻ്റെ ഒരു ഫോൺ, അതായത് പിക്സൽ ഫോൺ വാങ്ങാൻ നോക്കി ഇരിക്കുമായിരുന്നെങ്കിൽ ഐ വിൽ സേ Pixel 9 ഈസ് എ പ്രിറ്റി ഗുഡ് ഫോൺ. അതായത് കിട്ടുന്ന ഇതിൽ ഓഫർ പ്രൈസിൽ 34,999 ആണ് ഓഫർ പ്രൈസ്. ഫ്ലിപ്കാർട്ടിനാണുള്ളത്. 120Hz AMOLED ഡിസ്പ്ലേ, ഗൂഗിളിൻ്റെ ടെൻസർ G4 ചിപ്സെറ്റ്, 50+48 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 4700 mAh ബാറ്ററി, 27 വാട്ടിന്റെ ചാർജിങ് ഒക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ചില ആളുകൾക്ക് ഹീറ്റിങ്ങും പിന്നെ മറ്റേ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ എൻ്റെ അൺബോക്സിങ് ആൻഡ് ഡീറ്റെയിൽഡ് റിവ്യൂ രണ്ടും ചെയ്തിരുന്നു. അതിൽ ഡീറ്റെയിൽ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോ കാണുക നിങ്ങളിത് വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് OnePlusന്റെ വാല്യൂ ഫോർ മണി ഫോണായ 13R. 35,999 ആണ് ഓഫർ പ്രൈസ്. ആമസോണിലുണ്ട്. 120Hz AMOLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റ്, അതായത് കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ്. 50+50+8 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. 2x ടെലിഫോട്ടോ ഉണ്ട്. 6000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണ്. അതായത് OnePlus ഫോൺ വേണം, കുറച്ച് പവറുള്ള OnePlus ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്കൗട്ട് ചെയ്യാം. ഫ്രണ്ട് ക്യാമറ 4K റെക്കോർഡിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. സെൽഫി പെർഫോമൻസ് ഒക്കെ ജസ്റ്റ് ഓക്കെ ആണ്. ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ OnePlusന്റെ ഓക്സിജൻ OSന്റെ സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഈ 40,000 rupeesന്റെ താഴെ ഒരു സർപ്രൈസ് ഓഫർ വന്നിട്ടുണ്ട്, ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഓഫർ. അതായത് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഉള്ള സാംസങ് S24. സോ എനിവേ, സോ 39,999 കിട്ടുന്നുണ്ട്. ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഫോൺ നല്ലതാണ്. പക്ഷേ എന്നാൽ ഇതന്നെ ഇറക്കിയാൽ പോരായിരുന്നു കഴിഞ്ഞ വർഷം എക്സിനോസ് ഇറക്കാതെ. ഐ തിങ്ക് ഇത് ഗ്ലോബൽ മാർക്കറ്റിൽ ഇറക്കിയിട്ട് പിന്നെ അവിടെ ചിലപ്പം എക്സ്ട്രാ വന്ന ഫോൺസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മാറ്റർ.
ഫോൺ നല്ലതാണ്. S24 സ്നാപ്ഡ്രാഗൺ എഡിഷൻ ആണെങ്കിൽ ബെറ്റർ തെർമൽ മാനേജ്. S24 ആക്ച്വലി ഞാൻ ടെസ്റ്റ് ചെയ്ത എക്സിനോസ് നല്ലതായിരുന്നു, അങ്ങനെ അതിൽ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, എക്സിനോസ് അങ്ങനെ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ ആണ് വേണമെങ്കിൽ നോക്കാം. നെക്സ്റ്റ് ആണ് 50,000 രൂപയുടെ താഴെയുള്ള ഫോണുകൾ. ഓക്കെ, സോ ഇവിടെ കുറേ ഐഫോൺസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ നമ്മുടെ iPhone 15, 40 ഈ ആമസോണിൻ്റെ പ്രൈസൊക്കെ എന്താ 749 രൂപയൊക്കെ വരുന്നു. എനിവേ 43,749 പ്രൈസിൽ iPhone 15 ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ സജഷൻ ആയിരിക്കും iPhone 13 കംപ്ലീറ്റ്ലി ഒഴിവാക്കുക, അങ്ങോട്ട് നോക്കുക ചെയ്ത്. iPhone 13 ഏത് പ്രൈസിൽ കിട്ടുന്നുണ്ടെങ്കിലും വിട്ടേക്ക്, കാരണം ബാറ്ററി കുറവാണ്, ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ക്യാമറ ഒക്കെ അത്രയൊന്നും പോരാ. iPhone 13 ഒഴിവാക്കുക. ഇനി iPhone തന്നെ വേണമെന്നുണ്ടെങ്കിൽ iPhone 14 ചെക്കൗട്ട് ചെയ്യാം. പക്ഷേ iPhone 14 എവിടെ ഉള്ളത് ഞാൻ എങ്ങും കണ്ടില്ലല്ലോ. ഞാൻ നോക്കിയായിരുന്നു, iPhone 14 കിട്ടിയില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും iPhone 14 പ്രൈസ് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. iPhone 15 ഈസ് എ ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ iPhone 15 വാങ്ങിക്കാം. അപ്പോൾ 43,000 രൂപീസിൽ കിട്ടുന്നുണ്ടെങ്കിൽ. ബട്ട് iPhone 16 ഐ തിങ്ക് ഈസ് എ കില്ലർ ഡീൽ. 52,000 രൂപീസിൽ iPhone 16 കിട്ടുന്നുണ്ടെങ്കിൽ അറിയാം 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ കിട്ടുള്ളൂ. ഇത്തവണയാണ് 120 ഹെർട്സ് വന്നത്. എന്നാൽ iQOO 13 വരുന്നുണ്ട്. ഓക്കെ, 50,999 ആണ് ഓഫർ പ്രൈസ്. ആമസോണിലാണുള്ളത്. 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ, ഏറ്റവും പവർഫുൾ സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ചിപ്സെറ്റ്, 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 6000 mAh ബാറ്ററി, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് കിട്ടും, നല്ല ക്യാമറ പെർഫോമൻസ് ഉണ്ടാവും. കുറഞ്ഞ പ്രൈസിൽ സ്നാപ്ഡ്രാഗൺ അതായത് 8 എലീറ്റിൻ്റെ പെർഫോമൻസും അതിൻ്റെ കൂടെ നല്ല ക്യാമറ പെർഫോമൻസ് വേണമെങ്കിൽ iQOO 13 ചെക്കൗട്ട് ചെയ്യാം. 50,000 റുപ്പീസിൻ്റെ താഴെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഓഫറാണ് OnePlus 13s. OnePlusൻ്റെ കുട്ടിച്ചാത്തൻ 47,999 ആണ് ഓഫർ പ്രൈസ്. ആമസോണിലാണുള്ളത്. 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ, അതായത് കോമ്പാക്ട് AMOLED ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. 50+50 ക്യാമറ സെറ്റപ്പ്. സോ അൾട്രാവൈഡ് ക്യാമറ ഇല്ല, 50 മെഗാ പിക്സൽ 2x ടെലിഫോട്ടോ ആണ്. 5850 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് 8 എലീറ്റ് ചിപ്സെറ്റ് 47,999 രൂപ കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രിറ്റി നൈസ് ആക്ച്വലി. ക്യാമറ പെർഫോമൻസ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ജസ്റ്റ് ഓക്കെ ആണ്, അങ്ങനെ ഇറ്റ്സ് ഓക്കെ ക്യാമറ പെർഫോമൻസ് ആണ്. പക്ഷേ ഈ പ്രൈസിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് നൈസ്. 47,999 കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു പുതിയ OnePlusൻ്റെ AI കീ വരുന്നുണ്ട്, ഓക്സിജൻ നോയ്സിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, സ്മൂത്ത്നെസ് ഉണ്ട്, AI ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സോ 50,000 റുപ്പീസിൻ്റെ താഴെ തീർച്ചയായിട്ടും നല്ലൊരു സോളിഡ് ഡീലാണ്. കൺഫ്യൂഷൻ വരുന്നത് ഈ OnePlus 13s പിന്നെ വിവോയുടെ X200 FEയുമായാണ് അല്ലേ. ഞാൻ ആക്ച്വലി ഇതിൻ്റെ കമ്പാരിസൺ ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പിന്നെ സമയം കിട്ടിയില്ല. ക്യാമറ പെർഫോമൻസ് ആണ് നിങ്ങളുടെ മെയിൻ ഐറ്റം എങ്കിൽ തീർച്ചയായിട്ടും വിവോ X200 FE ആണ് ബെറ്റർ ഓപ്ഷൻ, കോമ്പാക്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇത്തവണ പ്രൈസിങ് എന്തോ അത്രയും അഗ്രസീവ് പ്രൈസിങ്ങിലല്ല X200 FE വന്നിരിക്കുന്നത്. ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, ഫ്ലിപ്കാർട്ടിലും ആമസോണിലും രണ്ടും ഉണ്ടെന്ന് തോന്നുന്നു. 54,999 ആണ് ഓഫർ പ്രൈസ്. ഇത് നിങ്ങൾക്ക് 47,999 കിട്ടുന്നുണ്ട്. 8 എലീറ്റ് ചിപ്സെറ്റ്. X200 FEയിലുള്ള ചിപ്സെറ്റ്, അതായത് Dimensity 9300+ ചിപ്സെറ്റ് ഇസ് പ്രിറ്റി ഗുഡ് ചിപ്സെറ്റ്, നല്ല പെർഫോമൻസ് തരുന്ന ചിപ്സെറ്റ് ആണ്. പക്ഷേ 8 എലീറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇവിടെ 50+50+8 മെഗാ പിക്സലിൻ്റെ ബെറ്റർ ക്യാമറ സെറ്റപ്പ് ആണ് X200 FEയിലുള്ളത്. 6500 mAhൻ്റെ കുറച്ചും കൂടി വലിയ ബാറ്ററി ഉണ്ട്, 90 വാട്ടിൻ്റെ ചാർജിങ്. സോ നിങ്ങളുടെ പ്രയോറിറ്റി എന്താണെന്നനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങളൊരു കോമ്പാക്ട് ഫോൺ വാങ്ങാൻ നോക്കിയിരിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനിയാണ് 50,000 മേലുള്ള ഫോണുകൾ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാം ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ആണ്, അറിയായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ iPhone ആണ്. iPhoneൻ്റെ 16 Pro സർപ്രൈസിംഗ്ലി 69,999 ഓഫർ പ്രൈസിൽ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം, നോ പ്രോബ്ലം. 16 Pro Max വരുന്നുണ്ട് 18,999. ദാറ്റ് ഈസ് പ്രിറ്റി നൈസ് ആക്ച്വലി, അതും നല്ലൊരു ഓഫർ പ്രൈസ് ആണ്. സാംസങ് ഗാലക്സി S24 Ultra, അതായത് നമ്മുടെ അൾട്രാ ഫോൺസിൻ്റെ ഒരു ട്രേഡ് മാർക്ക് ഡിസൈനുമായി വരുന്ന ലാസ്റ്റ് അൾട്രാ ഫോണാണ്. അത് നിങ്ങൾക്ക് 71,999 ഓഫർ പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റും. നല്ല ഫോണാണ്, ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കിടിലൻ ഫോണാണ്. നല്ല പെർഫോമൻസ്, S Pen ഉണ്ട്, അതിൽ ബ്ലൂടൂത്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഫോണാണ് OnePlus 13. ഞാൻ ഒരുപാട് നാൾ, ഏകദേശം 6 മാസത്തോളം ഉപയോഗിച്ചൊരു ഫോണാണ്. 5 മാസത്തോളം ഉപയോഗിച്ചൊരു ഫോണാണ്. ഐ റിയലി ലൈക്ക് ദ ഫോൺ. ക്യാമറ പെർഫോമൻസ് ഇപ്പോൾ ഐ തിങ്ക് അപ്ഡേറ്റിലൂടെ കുറച്ചും കൂടെ അവർ ബെറ്റർ ആക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ റീസെൻ്റ്ലി കണ്ട ക്യാമറ സാമ്പിൾസ് ഒക്കെ നല്ലതായിരുന്നു. 57,999 ആണ് ഓഫർ പ്രൈസ്. പിന്നെ ഫ്ലിപ്കാർട്ടിലുള്ള ഫോണുകളുടെ ലിങ്ക് ഞാൻ ഇവിടെ പ്രൊഡക്റ്റ് ടാഗിങ്ങിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താഴെ ഇവിടെ എവിടെയെങ്കിലൊക്കെ വരും. ഓക്കെ, അവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. ബാക്കി ആമസോണിലുള്ളതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതായിരുന്നു ലിസ്റ്റ്. നിങ്ങൾ ഏത് ഫോണാണ് വാങ്ങാൻ പോകുന്നത്? ഐഫോൺ ആണോ, ആൻഡ്രോയിഡ് ഫോൺ ആണോ, OnePlus ആണോ, സാംസങ് ആണോ, ഓപ്പോ, വിവോ, ഷവമി, ഏതാണ്, റിയൽമി ഏതാണ്? താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.